വെൽക്കം ബാക്ക്. എക്സാം പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ 3ാമത്തെ പാഠഭാഗമായിട്ടുള്ള അമ്മത്തൊട്ടിലാണ് എടുക്കാൻ പോകുന്നത്. ഒരു കവിതയാണ്, എഴുതിയിരിക്കുന്നത് ശ്രീ റഫീഖ് അഹമ്മദ് ആണ്. മനോഹരമായിട്ടുള്ള ഒരുപാട് ചിന്തയുണർത്തുന്ന, നമ്മുടെ കണ്ണ് നനയിക്കുന്ന ഒരു കവിത കൂടിയാണ് റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടിൽ. വാർദ്ധക്യം നേരിടുന്ന വെല്ലുവിളികളാണ് ഇതിന്റെ പ്രമേയമായിട്ട് വരുന്നത്. നമുക്കറിയാം, ഇന്നത്തെ ജീവിത സാഹചര്യങ്ങൾ, മനുഷ്യന്റെ ചിന്താഗതികൾ എല്ലാം തന്നെ മാറി മറിഞ്ഞിരിക്കുന്നു. യൂസ് ആൻഡ് ത്രോ എന്നുള്ള ഒരു കൾച്ചറിലേക്ക് മനുഷ്യൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഉപയോഗിക്കുക, അതിനുശേഷം വലിച്ചെറിയുക. ജീവിതത്തിന്റെ മുക്കാൽ പങ്കും നമുക്ക് വേണ്ടി ജീവിച്ച് അല്ലെങ്കിൽ ജീവിതം ചിലവഴിക്കുന്ന മാതാപിതാക്കളെ അവസാന കാലഘട്ടത്തിലേക്ക് എവിടേക്കാണ് പറഞ്ഞുവിടുന്നത്? കടത്തിണ്ണകളിലേക്കും അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളിലേക്കുമാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് പേർക്കുള്ള ഒരു താക്കീത് കൂടിയാണ്, ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഹൃദയസ്പർശിയായിട്ടുള്ള ഈ കവിത അമ്മത്തൊട്ടിൽ. ഈ പാഠഭാഗം നമ്മൾ എടുക്കുന്നത് എക്സാം പോയിന്റിന്റെ ഗൈഡിനെ ആസ്പദമാക്കിയിട്ടാണ്. നിങ്ങൾക്കുള്ള വിവരങ്ങളെല്ലാം തന്നെ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠഭാഗത്തിന്റെ പേര് അമ്മത്തൊട്ടിൽ, എഴുതിയിരിക്കുന്നത് ശ്രീ റഫീഖ് അഹമ്മദ്. കവിതയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ കവിത എഴുതിയ കവിയെയും ഒന്ന് പരിചയപ്പെടാം. കവിയുടെ പേര് റഫീഖ് അഹമ്മദ് എന്നാണ്. അമ്മത്തൊട്ടിൽ എന്ന ഹൃദയസ്പർശിയായിട്ടുള്ള ഈ കവിത എഴുതിയ റഫീഖ് അഹമ്മദിന്റെ ജീവചരിത്രം നമ്മൾ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ മലയാള കവിതാ ശാഖയിൽ അതുപോലെ തന്നെ ചലച്ചിത്ര ഗാനരംഗത്തും എല്ലാം തന്നെ തൻ്റെതായ സ്ഥാനം നേടിയെടുത്ത ഒരു വ്യക്തിയാണ് ശ്രീ റഫീഖ് അഹമ്മദ്. അദ്ദേഹം തൃശൂർ ജില്ലയിലെ കുന്നംകുളത്താണ് ജനിച്ചത്. 1961 ഡിസംബർ 17. ഒട്ടനവധി അവാർഡുകൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കേരള സർക്കാരിന്റെ ഗാനരചനയുടെ അവാർഡുകളും അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകളും എല്ലാം തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 1980കളുടെ തുടക്കത്തിലായിരുന്നു അദ്ദേഹം കവിതയിലേക്ക് വരുന്നത്. മലയാള കവിതയിൽ അതിനുശേഷം തൻ്റെതായ സ്ഥാനം നേടിയെടുക്കാൻ റഫീഖ് അഹമ്മദിന് കഴിഞ്ഞിട്ടുണ്ട്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ തോണി യാത്ര എന്ന് പറഞ്ഞ കവിതയാണ് അദ്ദേഹം ആദ്യമായിട്ട് എഴുതിയത്. സിനിമയിലും അദ്ദേഹം ആദ്യമായിട്ട് കൈവയ്ക്കുന്നത് ഗർഷോം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയാണ്. അതിനകത്തെ പറയാൻ മറന്ന പരിഭവങ്ങൾ എന്ന് പറഞ്ഞ ആ ഗാനം ഇന്നും മലയാളി പാടി നടക്കുന്ന ഒരു ഗാനമാണ്. ഒട്ടനവധി പാട്ടുകളും അതുപോലെ തന്നെ കൃതികളും കവിതകളും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ആൾമറ, പാറയിൽ പണിഞ്ഞത്, സ്വപ്നവാങ്മൂലം, ശിവകാമി, ഗ്രാമവൃക്ഷത്തിലെ വവ്വാലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായിട്ടുള്ള കവിതകളാണ്. ഒട്ടനവധി സിനിമകൾക്ക് വേണ്ടിയും അദ്ദേഹം പാട്ട് എഴുതിയിട്ടുണ്ട്. പ്രണയകാലം, സ്പിരിറ്റ്, അതുപോലെ എന്നു നിന്റെ മൊയ്തീൻ, സൂഫി പറഞ്ഞ കഥ, ഗർഷോം എല്ലാം തന്നെ അദ്ദേഹത്തിന് ഒരുപാട് അവാർഡുകളും വാങ്ങിക്കൊടുത്തിട്ടുള്ളതാണ്. 2007 പ്രണയകാലം എന്ന് പറഞ്ഞ സിനിമയ്ക്കാണ് മികച്ച ഗാനരചയിതാവിനുള്ള ആദ്യത്തെ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയത്. പിന്നീട് എന്നു നിന്റെ മൊയ്തീൻ, സ്പിരിറ്റ് തുടങ്ങിയ സിനിമകളിലെ മനോഹരമായ ഗാനങ്ങൾക്കും അദ്ദേഹത്തിന് അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വൈലോപ്പിള്ളി അവാർഡ് എല്ലാം തന്നെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള അവാർഡുകളാണ്. മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തിയിൽ നിൽക്കുന്ന ഒരു കവി കൂടിയാണ് ശ്രീ റഫീഖ് അഹമ്മദ്. പുതുതലമുറയിലെ കുറച്ചു പേരെങ്കിലും പുരാവസ്തുക്കൾ എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന വൃദ്ധജനങ്ങളുടെ അന്യതാബോധത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ് റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടിൽ എന്ന കവിത. ഇവിടെ ഒരു മകൻ തന്റെ കാറിൽ അമ്മയെ ഉപേക്ഷിക്കാനായിട്ട് കൊണ്ടുപോകുന്നു. ഭാര്യയുടെ ആജ്ഞപ്രകാരമാണ് അയാൾ അത് ചെയ്യുന്നത്. മാളിലും അതുപോലെ തന്നെ അമ്പലത്തിന്റെ പരിസരത്തും അതുപോലെ ആശുപത്രി പരിസരത്തും എല്ലാം തന്നെ അയാൾ തന്റെ അമ്മയെ കൊണ്ടുചെന്നാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒട്ടും വയ്യാതെ, ഒന്നും മിണ്ടാതെ, നിർവികാരതയോടെയാണ് ആ അമ്മ ഇരിക്കുന്നത്. അയാൾക്ക് പഴയ ഓർമ്മകളെല്ലാം തെളിഞ്ഞു വരികയാണ്. പക്ഷേ അയാളുടെ മനസ്സിൽ ഇന്ന് അമ്മ ഒരു ഭാരമായി കഴിഞ്ഞിരിക്കുന്നു. അമ്മയെ തിരിച്ച് എവിടെയെങ്കിലും ആക്കാതെ ഒരിക്കലും അയാൾക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാനായിട്ട് കഴിയില്ല. അത്തരത്തിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുകയാണ്. യൂസ് ആൻഡ് ത്രോ എന്ന് പറഞ്ഞ് കൾച്ചറിൽ വിശ്വസിക്കുന്ന മനുഷ്യ മനസ്സിന്റെ പ്രതീകമാണ് ഇവിടെ മകനും അതുപോലെ തന്നെ അയാളുടെ ഭാര്യയും. പലപ്പോഴും ജീവിതത്തിന്റെ മുക്കാൽ പങ്കും മക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞു വച്ചിട്ട് അമ്മമാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ അച്ഛന് കിട്ടുന്ന, രക്ഷിതാക്കൾക്ക് കിട്ടുന്ന സമ്മാനമാണ് കടത്തിണ്ണകളും വൃദ്ധസദനങ്ങളും. ഇവിടെ അമ്മത്തൊട്ടിൽ എന്ന ശീർഷകം ശരിക്കും അനുയോജ്യമാണ്. കാരണം കേരള ഗവൺമെന്റിന്റെ ഒരു പദ്ധതിയാണ്, വൃദ്ധസദനങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു അഭയ കേന്ദ്രമാണ് അമ്മത്തൊട്ടിൽ. അതുകൊണ്ട് തന്നെയായിരിക്കാം ഈ പേര് കവി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ചിന്തകളാണ് നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്.
എന്തിനു വേണ്ടിയാണ് ജീവിതം, ബന്ധങ്ങളുടെ അർത്ഥം എന്താണ്, മൂല്യങ്ങൾ എന്താണ് എന്നെല്ലാം തന്നെ ഇവിടെ ചിന്തിക്കുന്നു. നമ്മൾ പല സ്ഥലങ്ങളിൽ യാത്ര പോവുകയാണ്. അപ്പോൾ യാത്ര പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ദേവാലയം, ആശുപത്രി, പള്ളിക്കൂടം എല്ലാം തന്നെ. അവിടെ എല്ലാം തന്നെ അമ്മയെ ഉപേക്ഷിക്കാൻ അയാൾ ഇങ്ങനെ സ്ഥലം കണ്ടെത്തുകയാണ്. മാളിന്റെ അവിടെ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴുള്ള അയാളുടെ ഓർമ്മകളെല്ലാം തന്നെ വളരെ മനോഹരമായിട്ട് നമ്മുടെ ഹൃദയത്തുടിപ്പുകൾക്ക് താളം പകർന്നുകൊണ്ട് തന്നെയാണ് ഇവിടെ കവി അനാവരണം ചെയ്യുന്നത്. നമുക്ക് കവിതയിലേക്ക് കടക്കാം. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരിക്കുക. മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ്. സാധാരണ കവിതകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലി തന്നെയാണ് ഇവിടെ റഫീഖ് അഹമ്മദ് സ്വീകരിച്ചിരിക്കുന്നത്. വളരെ ദൃശ്യഭംഗിയോടുകൂടി ലളിതമായിട്ടുള്ള ഭാഷയിലാണ് റഫീഖ് അഹമ്മദ് ഈ കവിത എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്കത് വായിക്കുമ്പോൾ തന്നെ വളരെ പെട്ടെന്ന് തന്നെ മനസ്സിലാകും. ആദ്യത്തെ വരികളിൽ അമ്മയുടെ ഒരു അവസ്ഥയാണ് കാണിക്കുന്നത്. വാർദ്ധക്യം അമ്മയെ വല്ലാതെ തളർത്തി കഴിഞ്ഞിരിക്കുന്നു. അത്രത്തോളം പ്രായം ആ സ്ത്രീക്ക് ആയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു അമ്മയെയാണ് ഇവിടെ മകൻ ഉപേക്ഷിക്കാൻ പോകുന്നത്. ആ അമ്മയുടെ അവസ്ഥ എന്താണെന്ന് കൃത്യമായിട്ട് ആ വരികൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ടൗണിലേക്കാണ് യാത്ര തിരിക്കുന്നത്. ഒരു കാറിലാണ് യാത്ര. കാറിന്റെ പിൻസീറ്റിലാണ് ആ അമ്മ ഇരിക്കുന്നത്. വരികളിലേക്ക് നമുക്ക് കടക്കാം. പിൻസീറ്റിൽ എത്രയ്ക്കു നേരെ ഇരുത്തിയിട്ടും ഓരം ചരിഞ്ഞു മടങ്ങിയിരുന്നമ്മ, നീരറ്റു വറ്റി വരണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. അമ്മ പിൻസീറ്റിലാണ് ഇരിക്കുന്നത്. അമ്മയെ നേരെ ഇരുത്തിയിട്ടുണ്ട്. പക്ഷേ എപ്പോഴും അമ്മ ഓരം ചരിഞ്ഞു പോവുകയാണ്. അത്രയും ക്ഷീണിതയാണ് അവര്. നേരെ ഇരുത്തിയിട്ട് പോലും അവർക്ക് ഇരിക്കാനായിട്ട് കഴിയുന്നില്ല. എവിടെയെങ്കിലും കിടക്കണം എന്നുള്ള ഭാവമാണ്. നിർവികാരമാണ് ആ കണ്ണുകൾ. നീരറ്റു വറ്റി വരേണ്ട കൈച്ചുള്ളികൾ നീരാതെ മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. മാറോട് ചേർത്ത് വെച്ചിട്ടുണ്ട് ആ കൈകൾ. ആ കൈകളുടെ അവസ്ഥ എന്നാണ് ചുള്ളിക്കമ്പ് പോലെ അത്രയും ക്ഷീണിച്ച് വളരെ വല്ലാത്തൊരവസ്ഥയിലാണ് ആ പ്രായമായിട്ടുള്ള അമ്മ പിൻസീറ്റിൽ ഇരിക്കുന്നത്. എങ്ങോട്ട് പോകുന്നുവെന്ന് ചോദിച്ചില്ല, എന്തിനെന്നും. പക്ഷേ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണമായി. കാറിൽ യാത്ര തിരിക്കുകയാണ്. പതിവില്ലാതെയാണ് അമ്മയെയും കൊണ്ട് മകൻ പോകുന്നത്. ഒരു വാക്ക് പോലും ആ അമ്മ മകനോട് ചോദിക്കുന്നില്ല. എങ്ങോട്ടാണ് പോകുന്നത്, എന്തിനു വേണ്ടിയാണ് പോകുന്നത്, ഒന്നും തന്നെ ആ അമ്മ ചോദിക്കുന്നില്ല. നിർവികാരമായിട്ട് ഒന്നും മിണ്ടാതെ ആ അമ്മ ക്ഷീണിച്ച് ഇരിക്കുകയാണ്. പക്ഷേ കണ്ണുകൾ മങ്ങിപ്പഴകിയ പിഞ്ഞാണ വർണ്ണമായി. കണ്ണുകള് മങ്ങിപ്പഴകിയ പിഞ്ഞാണം, അതായത് പഴയ ഒരു പാത്രം പോലെയാണ്. പാത്രത്തിന്റെ നിറം പോലെ വല്ലാത്തൊരവസ്ഥയിലേക്ക് ആ കണ്ണുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. പാടയും പീളയും മൂടിയ കണ്ണുകൾ, ഏറെ പണിപ്പെട്ടടച്ചു തുറന്നവർ. കണ്ണുകൾ കൃത്യമായിട്ട് കാണാനൊന്നും അവർക്ക് കഴിയുന്നില്ല. മങ്ങിയ വർണ്ണമായിട്ടാണ് നിൽക്കുന്നത്. പാടയും പീളയും എല്ലാം തന്നെ അതിൽ കെട്ടി നിൽക്കുന്നു. വല്ലാത്തൊരു വേദന നമുക്ക് അവിടെ തെളിഞ്ഞു കാണാനായിട്ട് കഴിയാം. അമ്മയ്ക്ക് അറിയാമായിരിക്കാം എന്തിനു വേണ്ടിയാണ് തൻ്റെ മകൻ ഇപ്പോൾ പണിപ്പെട്ടുകൊണ്ട് ഈ കാറിൽ തന്നെ കൊണ്ടുപോകുന്നതെന്ന്. പക്ഷേ ഒരു വാക്ക് പോലും ആ അമ്മ ചോദിക്കുന്നില്ല. അങ്ങനെ കാർ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാർ ആളൊഴിഞ്ഞ് ഒരു തെരുവിലെത്തുകയാണ്. ഇപ്പോൾ വിജനമായി തെരുവീഥികൾ, ആകാശ ഗോപുരങ്ങൾക്ക് താഴത്തവ നാളേക്ക് വേണ്ടി ഉറങ്ങാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നഗരം ശാന്തമാണ്. അതിനർത്ഥം എന്താണ്? രാത്രി ആവാനായി കഴിഞ്ഞിരിക്കുന്നു. നഗരത്തില് യാതൊരു അനക്കവുമില്ല. അപ്പോൾ ഇവിടെ ഉപേക്ഷിക്കാം എന്നുള്ള ചിന്തയില് ആദ്യത്തെ ശ്രമം നടത്തുകയാണ് മകൻ. ഈ പെരുമാളിന്റെ തൊട്ടടുത്തായി ഇറക്കിയെന്നാൽ ഓർത്തു, പെറ്റുകിടക്കും തെരുവു പട്ടിക്ക് എന്തൊരൂറ്റം, കുരച്ചത് ചാടിക്കുതിക്കുന്നു. ഈ പെരുമാളിന്റെ രണ്ടർത്ഥത്തിൽ നമുക്ക് കാണാം. ഈ മാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനികതയുടെ ഒരു പ്രതീകമാണ്. മാളുകളിലൊക്കെ നിങ്ങൾ പോകാറുണ്ട്. അതുപോലെ തന്നെ പെരുമാളിന്റെ ദേവാലയം എന്നൊരു അർത്ഥം കൂടി, അല്ലെങ്കിൽ നഗരത്തിന്റെ ഒരു സൃഷ്ടാവ് എന്നുള്ള രീതിയിൽ തന്നെ നഗരത്തിന്റെ മധ്യത്തിൽ തന്നെയാണ് ആര് ഉപേക്ഷിക്കാനായിട്ട് പോകുന്നത്? മകൻ തൻ്റെ അമ്മയെ ഉപേക്ഷിക്കാനായിട്ട് പോകുന്നത്. പക്ഷേ ആ ശ്രമം അപ്പോൾ തന്നെ പരാജയപ്പെടുകയാണ്. എന്താണ് കാരണം? പെറ്റുകിടക്കും തെരുവു പട്ടിക്ക് എന്തൊരൂറ്റം, കുരച്ചത് ചാടിക്കുതിക്കുന്നു. പെട്ടെന്നാണ് ഒരു തെരുവു പട്ടി ചാടിക്കുതിക്കുന്നത്. അത് പെറ്റുകിടക്കുകയായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. മൃഗങ്ങളുടെ സ്നേഹമാണ്. ആ അമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹമാണ്. പെറ്റുകിടക്കുന്ന ആ പട്ടി തൻ്റെ മക്കളെ ഉപദ്രവിക്കാൻ വരികയാണെന്നുള്ള ചിന്തയോടുകൂടി ഇയാളെ കടിക്കാനായിട്ട് പാഞ്ഞെടുക്കുകയാണ്. മൃഗങ്ങൾക്കുള്ള ഒരു സ്നേഹം പോലും മനുഷ്യനില്ലല്ലോ എന്നുള്ള തിരിച്ചറിവാണ് ഈ വരികളിൽ തെളിഞ്ഞു കാണുന്നത്. മൃഗത്തിന് തുല്യമായിട്ട് അല്ലെങ്കിൽ മാറിക്കഴിഞ്ഞ്, അല്ലെങ്കിൽ മൃഗങ്ങളെക്കാൾ മോശമായിട്ട് ഇന്ന് മനുഷ്യൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് ചിന്താശേഷിയാണ്. മനുഷ്യന് ചിന്തിക്കാൻ കഴിയും, പക്ഷേ ചിന്തകൾ അവൻ എവിടെയോ പണയം വയ്ക്കുകയാണ്.
മൃഗങ്ങൾക്കില്ലാത്ത ആ ഒരു സ്നേഹം പോലും, മൃഗങ്ങൾക്കുള്ള സ്നേഹം പോലും ഒരിക്കലും ഇന്ന് മനുഷ്യനില്ലാതായി കഴിഞ്ഞിരിക്കുന്നു. അവൻ്റെ മനസാക്ഷി മരവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രായമായ മരണത്തിൻ്റെ വക്കിലെത്തി നിൽക്കുന്ന, തന്നെ ജീവന് തുല്യം സ്നേഹിച്ച, തൻ്റെ ജീവിത ആവശ്യങ്ങളെല്ലാം തന്നെ ഒരു കാലത്ത് നിറവേറ്റി അമ്മയെ ഉപേക്ഷിക്കാനായിട്ട് ആ മകൻ ഇന്ന് തെരുവിലേക്ക് ഇറങ്ങുന്നത്. ഇവിടെ കവി മനഃപൂർവ്വമായിരിക്കാം തെരുവ് പട്ടിയെ ഒരു കഥാപാത്രമായി കൊണ്ടുവരുന്നത്. കാരണം നമ്മൾ പലപ്പോഴും തെരുവ് പട്ടി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കാറുണ്ട്. അതിലും താഴെയാണ് ഇവിടെ മനുഷ്യന്റെ ചിന്താഗതികൾ എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. സ്വന്തം ജീവൻ കൊടുത്തും കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനാണ് ആ നായ ശ്രമിക്കുന്നത്, ആ പട്ടി ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ എന്താണ് മനുഷ്യൻ ചെയ്യുന്നത്? സ്വന്തം അമ്മയെ തന്നെ ഉപേക്ഷിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഒരു തെരുവ് നായേക്കാൾ അധപ്പതിച്ചിരിക്കുന്നു മനുഷ്യൻ. സുഖലോലുപതയ്ക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാനായിട്ട് ശ്രമിക്കുന്ന മനുഷ്യനെ അപഹസിക്കുകയാണ് ഇവിടെ കവി. അടുത്ത ഭാഗത്തേക്ക് നമുക്ക് കടക്കാം. ജില്ലാ ആശുപത്രിക്ക് അരികിലായി ഒരേ ഒരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി. 2-3 ആളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവ് കനത്തൊരു ഇരുളിടം. പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞുപോയി. പണ്ട് പനിച്ചതും അമ്മ എടുത്തുകൊണ്ട് ആ പടി ഓരോന്ന് കേറിക്കിതച്ചതും അന്നത്തെ സൂചി പ്രയോഗത്തിൻ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടപ്പോൾ കടന്നുപോയി. പിന്നീട് പോകുന്ന എങ്ങോട്ടേക്കാണ്? ആ വലിയ തെരുവില് ആ ഒരു ഉദ്യമം, അയാളുടെ ആദ്യത്തെ ഉദ്യമം ഒരു തെരുവ് നായ നശിപ്പിക്കുകയാണ്. അതിനുശേഷം ഒരു ആശുപത്രിയുടെ പരിസരത്തേക്കാണ് അയാൾ തൻ്റെ അമ്മയെ കൊണ്ടുപോകുന്നത്. ജില്ലാ ആശുപത്രിക്ക് അരികിലായൊരു രാക്കട മാത്രം ഉറക്കച്ചടവുമായി. അവിടെ ആശുപത്രിയുടെ പരിസരത്ത് ഒരു കട മാത്രമാണ് തുറന്നിട്ടുള്ളൂ. കാരണം ആളുകളെല്ലാം തന്നെ വിശ്രമിക്കുന്ന സമയമാണ്, രാത്രി ആയി കഴിഞ്ഞിരിക്കുന്നു. അവിടേക്ക് അമ്മയെ ഇയാൾ എത്തിക്കുകയാണ്. 2-3 ആളുകളുണ്ടെങ്കിലും പിന്നിലുണ്ട് ഒഴിവ് കനത്തൊരു ഇരുളിടം. ആ കടയുടെ പരിസരത്തായിട്ട് 2-3 ആളുകളെയൊക്കെ കാണാം. പക്ഷേ ആശുപത്രിയുടെ ആ പരിസരത്ത് ഒരു ഇരുട്ടുള്ള സ്ഥലമുണ്ട്. ഇവിടെ തന്നെ ആവട്ടെ തൻ്റെ അമ്മയെ ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നോണം അയാൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണ്. പക്ഷേ പടികളിൽ എന്തോ തടഞ്ഞുപോയി. പണ്ട് പനിച്ചതും അമ്മ എടുത്തുകൊണ്ട് ആ പടി ഓരോന്ന് കേറിക്കിതച്ചതും. പക്ഷേ ആ അമ്മയെ അവിടെ ഉപേക്ഷിക്കാനായിട്ട് അയാൾക്ക് കഴിയുന്നില്ല. അയാളുടെ മനസ്സിൽ പഴയ ചിന്തകൾ വരികയാണ്. താൻ ഒരിക്കൽ പനിച്ചു കിടന്നപ്പോൾ ആ അമ്മ കൊണ്ടുപോയതും തനിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് തന്നതും ഉറക്കമുളച്ച് തനിക്ക് വേണ്ടി അമ്മ കാവലിരുന്നതും അയാളുടെ മനസ്സിൽ ഓർമ്മകളായി തെളിഞ്ഞു വരികയാണ്. അന്നത്തെ സൂചി പ്രയോഗത്തിൻ നീറ്റൽ പോലൊന്ന് മനസ്സിലൂടെ അപ്പോൾ കടന്നുപോയി. അന്ന് പനി വന്നപ്പോൾ ഡോക്ടർ ഇഞ്ചക്ഷൻ വെച്ചത്, സൂചി പ്രയോഗം നടത്തിയതിൻ്റെ ആ ഒരു നീറ്റൽ ഇപ്പോൾ അയാളുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. ആ ആശുപത്രിയുടെ വരാന്തയിലൂടെ പണ്ട് നടന്ന ഓർമ്മകൾ അയാളുടെ മനസ്സിൽ തളം കെട്ടിക്കിടക്കുന്നു. അവിടെ ഉപേക്ഷിക്കാനായിട്ട് അയാൾക്ക് മനസ്സ് വരുന്നില്ല. കാരണം ഒരു കാലഘട്ടത്തിൽ തനിക്ക് വയ്യാതെ കിടന്നപ്പോൾ തനിക്ക് കാവലായി വിളക്കായിട്ട് തൻ്റെ വേദന എല്ലാം തന്നെ സഹിക്കാനായിട്ട് സഹായിച്ചത് അമ്മയാണ്. അമ്മയുടെ സ്നേഹത്തിൻ്റെ ആ തരളിതമായ മുഹൂർത്തങ്ങൾ അയാളുടെ മനസ്സിൽ ഇങ്ങനെ തെളിഞ്ഞു വരുന്നു. അന്നത്തെ സൂചിപ്രയോഗത്തിൻ്റെ നീറ്റൽ പോലും അയാളുടെ മനസ്സിൽ ആകപ്പാടിയൊരു വേദന വ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവിടെ ഉപേക്ഷിക്കാതെ അയാൾ പിന്നെയും കാറ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. വിദ്യാലയത്തിൻ്റെ പരിസരത്താണ് അയാൾ പിന്നീട് എത്തുന്നത്. ആ വരികളിലേക്ക് നമുക്ക് കടക്കാം. പിന്നെയും മുന്നോട്ട്, വെട്ടമില്ല, ആളില്ല, കുട്ടി ഏകാന്തത, കണ്ണുപൊത്തി കളിക്കുന്ന വിദ്യാലയമുറ്റം ഉണ്ടൊന്നിനി. പൊട്ടിക്കരഞ്ഞും ശടിച്ചും കുതറിയും എത്തിയതും ഉച്ചയാവോളം അമ്മയാ ചുറ്റുമതിലിൻ പുറത്തന്നു നിന്നതും ചങ്കിൽ കരച്ചിൽ കുരുങ്ങി പിടിച്ചതും. അതായത് പിന്നീട് വിദ്യാലയത്തിലേക്കും അയാൾ തൻ്റെ പഴയ ഓർമ്മകളിലേക്ക് കടക്കുകയാണ്. ആ വിദ്യാലയമുറ്റത്ത് പൊട്ടിക്കരഞ്ഞതും അതുപോലെ ശടിച്ചതും കുതറി ഓടിയതും ഉച്ചയാകുമ്പോഴേക്കും ചുറ്റുമതിലിൻ്റെ പുറത്ത് അമ്മ വന്നു നിന്നതും അമ്മയുടെ ആ സ്നേഹവും കരുതലും എല്ലാം തന്നെ അയാളുടെ മനസ്സിലിങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ്. തനിക്ക് വേണ്ടിയായിരുന്നല്ലോ അമ്മ ഉച്ചയാകുമ്പോഴേക്കും ആ മതിലിൻ്റെ പരിസരത്ത് വന്നു നിന്നത് എന്നെല്ലാം തന്നെ അയാളുടെ ഉള്ളിലെ തീവ്രത കൂട്ടുകയാണ്. പിച്ചിയതാര്, കരിഞ്ഞൊരി കൈകളോ, പെട്ടെന്ന് വാഹനം മുന്നോട്ട് പോവുകയായി. തൻ്റെ അമ്മയെ ആ വിദ്യാലയമുറ്റത്ത് ഉപേക്ഷിക്കാനായിട്ട് ആ മകന് മനസ്സ് വന്നില്ല. അയാൾ അപ്പോൾ തന്നെ കാറ് അവിടെ നിന്നും എടുക്കുകയാണ്. എങ്ങനെ കൊണ്ടിറക്കേണ്ടു സ്വയം ബുദ്ധി കെട്ടു, കരിന്തിരിയാളും വരെയവർ ഒന്നെന്നെ കൊണ്ടുപോയിടണമെന്നുള്ള ശല്യപ്പെടുത്തൽ. പ്രതിഷ്ഠിച്ച കോവിലിൽ. പിന്നീട് കൊണ്ടുപോകുന്നത് എവിടെയാണ്? കോവിൽ എന്ന് പറഞ്ഞാൽ അമ്പലം. അമ്പലത്തിൻ്റെ പരിസരത്തേക്കാണ് പിന്നീട് വാഹനം എത്തുന്നത്. അമ്മ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് തന്നെ അവിടെ എത്തിക്കണമെന്ന്. കരിന്തിരി പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു ഇന്ന് അമ്മ. വല്ലാതെ ക്ഷീണിച്ച് തളർന്ന്
അപ്പോഴും അമ്മ ആവശ്യപ്പെട്ടത് ഒന്ന് മാത്രമാണ്, കോവിലിൽ അമ്പലത്തിൽ കൊണ്ടുപോകണമെന്ന്. അതൊരു ശല്യമായിട്ടാണ് മകന് തോന്നിയത്. ഒരിക്കൽ പോലും അമ്മയെ കോവിലിൽ കൊണ്ടുപോകാനായിട്ട് അയാൾക്ക് മനസ്സ് വന്നിരുന്നില്ല. ആരാണ് മുന്നിൽ? പുറത്തേക്ക് അശാന്തനായ ഈശ്വരൻ കാറ്റൊന്ന് കൊള്ളാനിറങ്ങിയോ? അവിടെയും അയാൾക്ക് ഉപേക്ഷിക്കാനായിട്ട് കഴിയുന്നില്ല. പെട്ടെന്ന് കാറിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ആരോ അവിടെ അനങ്ങുന്നത് പോലെ അയാൾക്ക് തോന്നി. അശാന്തനായിട്ടുള്ള ഈശ്വരൻ ഒട്ടും ശാന്തതയില്ലാത്ത മനസ്സോടുകൂടി, ഇഷ്ടക്കേടോടുകൂടി ഉള്ള മനസ്സോടുകൂടി ഈശ്വരൻ അവിടെ കാറ്റ് കൊള്ളാൻ ഇറങ്ങിയതാണോ എന്നാണ് അയാൾ ചിന്തിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ക്രൂരമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന മകനോടുള്ള ഇഷ്ടക്കേട് ഈശ്വരൻ്റെ മനസ്സിലുണ്ടായിരിക്കാം. ആ ഒരു ഇഷ്ടക്കേട് ഈശ്വരന് പോലും തന്നോട് പൊറുക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് ഓർത്തപ്പോഴാണ് ആ മകൻ്റെ മനസ്സ് വല്ലാതെ വേദന കൊണ്ട് പിടയുന്നത്. വേഗം തന്നെ അവിടെയും അമ്മയെ ഉപേക്ഷിക്കാതെ അയാൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അടുത്ത വരികൾ ശ്രദ്ധിക്കുക. ഏറെ തണുക്കുന്നു ചുല്ലി ഉയർത്തിയിടുമ്പോൾ ഓർത്തു, കരിമ്പടം അമ്മ വയറ്റത്ത് പറ്റിക്കിടക്കുന്ന ചൂട്, മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം, പുലർച്ചയിൽ ഓലക്കുടികൾ പുകയുന്നതിൻ മണം. വല്ലാതെ തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു ആ രാത്രി. ആ ചില്ലാണെങ്കിൽ താഴ്ത്തിയിട്ടിരിക്കുകയായിരുന്നില്ല. പെട്ടെന്ന് അയാള് ചില്ല് ഉയർത്തിയിടാൻ പോകുന്ന സമയത്ത് ചില കാര്യങ്ങൾ ഓർക്കുകയാണ്. കരിമ്പടത്തിനെ പറ്റിയിട്ടാണ് ആദ്യം ഓർക്കുന്നത്. അമ്മ കരിമ്പടം പുതച്ചോർക്കുന്നത് അയാളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. അതുപോലെ നല്ല തണുപ്പുള്ള സമയത്ത് അമ്മയുടെ വയറ്റത്തിങ്ങനെ പറ്റിക്കിടക്കുന്ന അമ്മയുടെ ആ ചൂട് അയാളുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. കുട്ടിക്കാലത്തുള്ള ഓരോ ഓർമ്മകൾ അയാളുടെ മനസ്സിൽ ഇങ്ങനെ പയ്യെ പയ്യെ കടന്നു വരികയാണ്. മുഷിവുമായി കാച്ചെണ്ണ ചേരുന്ന ഗന്ധം, കാച്ചെണ്ണ തലയിൽ പുരട്ടി കുളിപ്പിച്ചതും അതുപോലെ തന്നെ അത്തരത്തിലുള്ള പഴയ പല കാര്യങ്ങളും അയാളുടെ മനസ്സിൽ പിന്നെയും പിന്നെയും തെളിഞ്ഞു വരുന്നു. പുലർച്ചയിൽ ഓലക്കൊടികൾ പുകയുന്നതിൻ മണം. പിന്നെന്താണ് ഓർത്തത്? ഓലക്കൊടികൾ ചൂട്ട് കത്തുന്നത്. അതായത് വെളുപ്പിനെ തന്നെ തനിക്ക് വേണ്ടി അമ്മ ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് അടുക്കളയിൽ പോയ കാര്യങ്ങൾ, അമ്മയുടെ കഷ്ടപ്പാട്, തനിക്ക് വേണ്ടി അമ്മ ചെലവഴിച്ച ഓരോ കാര്യങ്ങളും അയാളുടെ മനസ്സിലിങ്ങനെ ഒരു വേദനയുടെ നാളമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്മയെ ഉപേക്ഷിക്കാനായിട്ട് അയാൾക്ക് മനസ്സ് വരുന്നില്ല. ഒന്നിനും കൊള്ളാരുതാത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കാം, മടങ്ങാതെ വയ്യ, തലയ്ക്കകത്ത് എന്തോ പെരുക്കുന്നു. മെല്ലെ തിരിഞ്ഞൊന്നു നോക്കി, പിറകിലെ സീറ്റിലുണ്ടമ്മ, വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞു മടങ്ങി മയങ്ങിക്കിടക്കുന്നു. ഒരിക്കലും തൻ്റെ ആവശ്യപ്രകാരം, ആഗ്രഹപ്രകാരമല്ല അമ്മയെ ഉപേക്ഷിക്കാനായിട്ട് അയാൾ എത്തിയത്. ഭാര്യ പറഞ്ഞിട്ടാണ്. ഭാര്യ വല്ലാതെ കളിയാക്കും പല കാര്യങ്ങൾക്കും. ഒന്നിനും കൊള്ളരുതാത്തവനെന്ന് പറഞ്ഞ് ഇന്നും ഒരു പക്ഷേ അവൾ കളിയാക്കിയേക്കാം. എന്നാലും എന്തിരുന്നാൽ തന്നെയും തനിക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് തൻ്റെ അമ്മയെ ഉപേക്ഷിക്കില്ല എന്ന് അയാൾ ഉറച്ചു തീരുമാനിക്കുകയാണ്. വയ്യ, തലയ്ക്കകത്ത് എന്തോ പെരുക്കുന്നു, തലയ്ക്ക് പ്രാന്ത് പിടിച്ച പോലത്തെ ഒരവസ്ഥയിലേക്ക് അയാൾ മാറുകയാണ്. ഒരിക്കലും ഇനി തൻ്റെ അമ്മയെ താൻ ഉപേക്ഷിക്കില്ല, അങ്ങനൊരു ചിന്ത പോലും ഉണ്ടാകില്ല തനിക്കെന്ന് അയാൾ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കിയാണ് പിന്നിലേക്ക്. പിറകിലെ സീറ്റിലുണ്ടമ്മ, വലത്തോട്ട് പൂർണ്ണമായി ചാഞ്ഞു മടങ്ങി മയങ്ങിക്കിടക്കുന്നു. എങ്ങനെയാണ് കിടക്കുന്നത്? ചാഞ്ഞു ചെരിഞ്ഞ അമ്മ മയങ്ങിക്കിടക്കുകയാണ്. പറയാതെ ചില കാര്യങ്ങളാണ് പറയുന്നത്. അവിടെയും എഴുത്തുകാരൻ നമുക്ക്, അനുവാചകർക്ക്, ആസ്വാദകർക്കാണ് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നത്. ഒരു കാര്യം നമുക്ക് ഊഹിച്ചെടുക്കാം. ആർക്കും ശല്യമാകാതെ, ആ മകന് ശല്യമാകാതെ, ആ കുടുംബത്തിന് ഭാരമാകാതെ എല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അമ്മ മറ്റൊരു ലോകത്തേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. പീളയടിഞ്ഞ് നിറം പോയ കണ്ണുകൾ എന്തേ അടയ്ക്കാതെ വച്ചമ്മ നിർദ്ദയം എന്ന് പറഞ്ഞാൽ ദയയില്ലാതെ. ആ പീളയടഞ്ഞ് പിഞ്ഞാണം പോലെ പഴയ പിഞ്ഞാണ വർണ്ണമായിട്ടുള്ള ആ കണ്ണുകൾ അപ്പോഴും തുറന്നിരിക്കുന്നു. രണ്ടർത്ഥം നമുക്ക് അതിനകത്ത് കാണാൻ കഴിയാം. ആ മരിക്കുന്ന സമയത്ത് പോലും, അവസാന നിമിഷം പോലും മകനോടുള്ള സ്നേഹവായ്പ്, കരുതൽ കൊണ്ട് ആ അമ്മ കണ്ണു തുറന്നു പിടിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാത്തിനും തൻ്റെ കണ്ണിലൂടെ തൻ്റെ മകൻ തന്നെ ഉപേക്ഷിക്കാനായിട്ട് ഓരോ സ്ഥലങ്ങൾ പരതി നടക്കുന്ന കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് ആ അമ്മ കണ്ണടയ്ക്കുന്നത്. മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു പ്രധാന ഘട്ടമാണ് വാർദ്ധക്യം എന്ന് പറയുന്നത്. ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും എല്ലാം തന്നെ ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. വാർദ്ധക്യം വരെ ചിലപ്പോൾ എല്ലാവരും എത്തണമെന്നില്ല. പക്ഷേ വാർദ്ധക്യത്തിൽ എത്തുന്നവരെ നമ്മൾ ഒരിക്കലും പുച്ഛിക്കാനായിട്ടോ അതുപോലെ തന്നെ ഉപേക്ഷിക്കാനോ പാടില്ല. ഒരുപാട് ജീവിതത്തിൻ്റെ അനുഭവജ്ഞാനമുള്ളവരാണ് വാർദ്ധക്യത്തിലെത്തിയവർ. അതുകൊണ്ട് തന്നെ അവരെ ബഹുമാനിക്കേണ്ടതും അംഗീകരിക്കേണ്ടതും ആവശ്യമാണ്. ഇന്ന് വൃദ്ധസദനങ്ങൾ കൂണുപോലെ മുളച്ചു പൊരുങ്ങുന്ന ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത്. ഒരു നാട്ടിൽ വൃദ്ധസദനമുള്ളത് ആ നാടിൻ്റെ അധപ്പതനത്തെ തന്നെയാണ്, ശാപത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്.
വാർദ്ധക്യം ബാധിച്ചവരെ പുച്ഛിക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയാണ് റഫീഖ് അഹമ്മദിന്റെ അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞ കവിത. മാറുന്ന മനുഷ്യന്റെ ചിന്താഗതിയെയും നല്ല രീതിയിൽ ശക്തമായിട്ട് തന്നെ ഇവിടെ റഫീഖ് അഹമ്മദ് വിമർശിക്കുന്നുണ്ട്. വാർദ്ധക്യത്തെ ശാപമായല്ല കാണേണ്ടത്, അറിവ് സമ്പാദിച്ചവരെ ബഹുമാനിക്കേണ്ടതിനെയും സ്നേഹിക്കേണ്ടതിൻ്റെയും ആവശ്യകതയും എല്ലാവരോടുള്ള കടപ്പാടും നമ്മൾ കാണിക്കേണ്ടത് ഇവിടെ ആവശ്യമാണെന്ന് കൂടിയുള്ള ചിന്ത കൂടി ഇവിടെ റഫീഖ് അഹമ്മദ് പങ്കുവയ്ക്കുന്നുണ്ട്. എല്ലാ രീതിയിലും മനുഷ്യനുള്ള ഒരു പാഠം തന്നെയാണ് അമ്മത്തൊട്ടിൽ എന്ന റഫീഖ് അഹമ്മദിന്റെ ഈ കവിത. നമുക്ക് ഈ പാഠഭാഗത്തിൽ പല രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നമ്മൾ 2 ചോദ്യങ്ങളാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: പെറ്റുകിടക്കും തെരുവ് പെട്ടിക്ക് എന്തൊരൂറ്റം, കുരച്ചത് ചാടി കുതിക്കുന്നു. കാവ്യ സന്ദർഭം കവിതയുടെ പ്രമേയത്തെ വികാര തീവ്രമാക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം അറിയാം നിങ്ങൾക്ക്. ഈ കവിതയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ആ തെരുവ് പട്ടി ചാടി വീഴുന്നത് ആദ്യമായിട്ട് അമ്മയെ ഉപേക്ഷിക്കാനായിട്ട് പോകുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടാകുന്നത്. അതിനകത്ത് നല്ലൊരു ഇൻട്രൊഡക്ഷനെ കൊടുത്തതിന് ശേഷം ഇതിന്റെ പ്രമേയം എഴുതുക. വാർദ്ധക്യം ബാധിച്ചവർ ഉപേക്ഷിക്കാനും അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളിലേക്കും എത്തിക്കുന്നതുമായ മനുഷ്യന്റെ പ്രതീകമായിട്ടുള്ള ഒരു മകനെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. അതിനുശേഷം ഓരോ കാര്യങ്ങൾ എഴുതിയതിനു ശേഷം ആദ്യമായിട്ട് മാളിന് പരിസരത്ത് അമ്മയെ ഉപേക്ഷിക്കാൻ മകൻ എത്തുന്നു. ആ ഒരു കാര്യം എഴുതുക. അമ്മയെ ഉപേക്ഷിക്കാൻ മകൻ കണ്ടെത്തിയ മാളിന്റെ സമീപത്തായി പെറ്റുകിടക്കുന്ന ഒരു പട്ടി അയാളുടെ നേർക്ക് ആക്രോശിച്ചുകൊണ്ട് ആക്രമിക്കാനായിട്ട് വരികയാണ്. ആ സന്ദർഭത്തിൽ പോലും തെരുവ് പട്ടി തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നതിലുള്ള ഒരു വ്യഗ്രതയിലാണ്. കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറയുന്നത് പോലെയുള്ള സവിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങൾ പോലും തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ അടുത്തേക്ക് വരുന്നവരുടെ നേർക്ക് അത് ചീറിപ്പാഞ്ഞു വരുന്നത്. പ്രകൃതിയിലുള്ള മിണ്ടാപ്രാണികളുടെ അത്ര പോലും വിവേകബുദ്ധി ഇല്ലാത്ത മനുഷ്യനിവിടെ നല്ല രീതിയിൽ തന്നെ വിമർശിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നുണ്ട് കവി. ജന്മം നൽകി സ്നേഹിച്ചു വളർത്തിയ മകൻ അമ്മയെ തെരുവിലേക്ക് വലിച്ചെറിയാൻ ശ്രമിക്കുന്നതിലൂടെ ആധുനിക ജീവിതത്തിൽ മനുഷ്യന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന മൂല്യങ്ങളെപ്പറ്റിയും മനുഷ്യബന്ധങ്ങളുടെ പ്രാധാന്യത്തെപ്പറ്റിയും തന്നെ കൃത്യമായിട്ട് ഇവിടെ വിമർശിക്കുന്നുണ്ട് കവി. അനിശ്ചിതത്വം നിറഞ്ഞ ജീവിതത്തിനെതിരെ ഒരു തെരുവ് പട്ടിയെ പോലെ തന്നെയാണ് വളരെ രീതിയിൽ പോരാട്ട വീര്യം കാഴ്ചവെച്ചുകൊണ്ടാണ് ആ അമ്മയും മകനെ വളർത്തിയത്. തെരുവ് പട്ടിയുടെ ശൗര്യമാണ് മകനിൽ വീണ്ടും ആ ചിന്തകൾ ഉണർത്തുന്നത്. മക്കളെ പോറ്റി വളർത്തിയ ഒരമ്മയുടെ ജീവിതം മുഴുവൻ ഈ 2 വരികളിലൂടെ നമുക്ക് കാണാനായിട്ട് കഴിയും. എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ്, എത്രത്തോളം പോരാട്ട വീര്യം കാഴ്ചവെച്ചിട്ടാണ് ആ തെരുവ് നായെ പോലെ അമ്മ തൻ്റെ മകനെ വളർത്തിയതെന്ന് പറയാതെ തന്നെ കൃത്യമായിട്ട് തന്നെ റഫീഖ് അഹമ്മദ് ഈ 2 വരികളിലൂടെ പറഞ്ഞു നൽകുന്നുണ്ട്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. രണ്ടാമത്തെ ചോദ്യത്തിൽ ഈ യൂണിറ്റ് മുഴുവൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണ് നൽകിയിരിക്കുന്നത്. അപ്പം ഈ യൂണിറ്റിലുള്ള 3 പാഠഭാഗങ്ങൾ ഏതൊക്കെയാണ്? 3 പാഠഭാഗങ്ങൾ വരുന്നത്: ഒന്നാമത്തേത് അമ്മത്തൊട്ടിൽ, രണ്ടാമത്തേത് പ്ലാവിലക്കഞ്ഞി, മൂന്നാമത്തേത് ഓരോ വിളിയും കാത്ത്. ചോദ്യം ഇതാണ്: ഒന്നിനും കൊള്ളരുതാത്തവൻ എന്നവൾ ഇന്നും പഴി പറഞ്ഞേക്കും, മടങ്ങാതെ വയ്യ, ഇവിടെ അമ്മയെ തനിച്ചു നിർത്തിയിട്ട് ഞാൻ എങ്ങനെയാ പോവുക? അപരാധബോധം കോരന്റെ ഹൃദയത്തെ നോവിച്ചു. വൃദ്ധനെ തകഴിയിൽ തനിച്ചു നിർത്തിയിട്ട് താൻ തൻ്റെ സുഖം തേടി പെണ്ണുമായി മറുനാട്ടിൽ പോകുന്നു. സൂചനകൾ പ്രയോജനപ്പെടുത്തി കഥാപാത്രങ്ങളുടെ താരതമ്യ കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ യൂണിറ്റിലെ 3 പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണിത്. അത് എഴുതുക. ആദ്യം അമ്മത്തൊട്ടിൽ, പ്ലാവിലക്കഞ്ഞി, ഓരോ വിളിയും കാത്ത് എന്നീ 3 രചനകളിലെയും സന്ദർഭങ്ങളും വരികളുമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്നേഹത്തിൻ്റെ വിവിധ തലങ്ങൾ നമുക്ക് ഈ ഭാഗത്തിലൂടെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. അമ്മയും മകനും തമ്മിലുള്ള വൈകാരിക ബന്ധത്തെയാണ് അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞ കവിതയിൽ സൂചിപ്പിക്കുന്നത്. ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് അയാൾ സ്വന്തം അമ്മയെ വഴിയോരത്ത് ഉപേക്ഷിക്കാൻ നിർബന്ധിതനാകുന്നത്. അയാളുടെ ചിന്തകളിലൂടെയും ഓർമ്മകളിലൂടെയുമാണ് കവിത മുന്നോട്ട് പോകുന്നത്. അമ്മയെ ഉപേക്ഷിക്കാനുള്ള ശ്രമം മകൻ നടത്തുന്നുണ്ടെങ്കിൽ തന്നെയും നിഷ്കളങ്കമായ അമ്മയുടെ സ്നേഹത്തിന് മുന്നിൽ ആ മകൻ തോറ്റുപോവുകയാണ്. രണ്ടാമത്തേത് പ്ലാവിലക്കഞ്ഞിയിലാണ്. സ്നേഹനിധിയായിട്ടുള്ള അച്ഛനും മകനും തമ്മിൽ കണ്ടുമുട്ടുന്നു. ചിരിതയോടൊപ്പം താമസിക്കുന്നതിന് വേണ്ടി കോരൻ എന്ന് പറഞ്ഞ കഥാപാത്രം ഇവിടെ അച്ഛനെയും അതുപോലെ അമ്മയെയും അതുപോലെ കുടുംബത്തെയും ഉപേക്ഷിച്ച് മാറി താമസിക്കുകയാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ആ അച്ഛൻ അവരെ കാണാനായിട്ട് വരികയാണ്.
അവിടെ അച്ഛന് വേണ്ടി കഞ്ഞി ഒരുക്കി കൊടുക്കാനുള്ള മകൻ്റെ ഒരു വ്യഗ്രത, സ്നേഹം. നല്ല ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്, താൻ കഴിച്ചില്ലെങ്കിലും തൻ്റെ അച്ഛന് നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കണമെന്ന് മകൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിരുതയും കോരനും വിശപ്പ് മറച്ചു വെച്ചുകൊണ്ട് ഭക്ഷണം നല്ല രീതിയിൽ കൊടുക്കുന്നതും അവരുടെ ഒരു സ്നേഹവും ദാരിദ്ര്യത്തിലും മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റാൻ ശ്രമിക്കുന്ന ആ ഒരു മനസ്സിൻ്റെ വ്യാപ്തിയും എല്ലാം തന്നെ ഈ ഭാഗത്ത് കാണാൻ കഴിയും. തകഴിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കൃതി തന്നെയാണ് രണ്ടിടങ്ങഴി. അതിലെ മനോഹരമായിട്ടുള്ള കഥാപാത്രങ്ങളുടെ അല്ലെങ്കിൽ ആ ഭാവപ്രകടനങ്ങളാണ് ഈ ഭാഗത്ത് തെളിഞ്ഞു കാണാൻ കഴിയുന്നത്. മൂന്നാമത്തെ പാഠഭാഗം എന്ന് പറയുന്നത് ഓരോ വിളിയും കാത്ത് മറ്റു രണ്ട് രചനകളെ പോലെ കിടപിടിക്കുന്ന, അതിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന ഒരു കഥ കൂടിയാണ് ഓരോ വിളിയും കാത്ത്. നഗരത്തിൽ താമസിക്കുന്ന മകൻ അച്ഛൻ്റെ മരണശേഷം ഗ്രാമത്തിൽ താമസിക്കുന്ന അമ്മയെ തന്നോടൊപ്പം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എന്നാൽ ഭർത്താവ് മരിച്ചുപോയെങ്കിലും ഭർത്താവിൻ്റെ ഓർമ്മകളിൽ ഇവിടെ തന്നെ താമസിക്കുന്ന, ഭർത്താവിനോടൊപ്പം തന്നെ ജീവിക്കുകയാണെന്ന് പറയുന്ന അമ്മയെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അമ്മയും അച്ഛനും തമ്മിലുള്ള സ്നേഹത്തിന് മുന്നിൽ നിസ്സഹായനായി നോക്കി നിൽക്കുന്ന മകനെയും നമുക്കിവിടെ കാണാൻ കഴിയും. ഭാര്യാഭർത്തൃ സ്നേഹത്തിൻ്റെ ആഴം കൂടി വിളിച്ചോതുന്ന ഒരു കഥയാണ് ഓരോ വിളിയും കാത്ത്. അമ്മയോടുള്ള സ്നേഹം അമ്മ തൊട്ടിലും ഭർത്താവിനോടുള്ള സ്നേഹം ഓരോ വിളിയും കാത്ത് എന്ന കഥയിലും പിതൃപുത്ര ഭാര്യാഭർത്തൃ സ്നേഹം പ്ലാവിലക്കഞ്ഞിയിലും കൃത്യമായിട്ട് നമുക്ക് ദർശിക്കാനായിട്ട് കഴിയുന്നു. സ്നേഹത്തിൻ്റെ വിവിധ തലങ്ങളാണ് ഈ 3 പാഠഭാഗങ്ങളും ചർച്ച ചെയ്യുന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് കഴിയും. ഇത്തരത്തിലുള്ള പാഠഭാഗങ്ങൾ എപ്പോഴും നമുക്ക് പഠിക്കാനായിട്ട് തരുന്നത് കേവലം പഠിച്ച് പരീക്ഷയ്ക്ക് പാസ്സാവുക എന്നുള്ളത് മാത്രമല്ല, ജീവിതത്തിലെ ചില സത്യങ്ങൾ തിരിച്ചറിയാനും ജീവിതത്തിൽ പകർത്താനും കൂടിയാണ്. ഇവിടെ ഈ അമ്മയുടെയും മകൻ്റെയും കഥയിലൂടെ ഒരുപാട് അറിവുകൾ, ഒരുപാട് ചിന്തകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. പാഠഭാഗം മികച്ച രീതിയിൽ തന്നെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നുണ്ട്. നല്ല രീതിയിൽ കവിത ഒന്ന് വായിക്കുക. നിങ്ങൾക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ ഒരുപാട് അർത്ഥങ്ങൾ ഇനിയും കിട്ടിയേക്കാം. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ വരികയാണെങ്കിൽ എന്നോട് ചോദിക്കാം, അല്ലെങ്കിൽ എക്സാം പോയിന്റിൻ്റെ ഗൈഡും നോക്കാവുന്നതാണ്. അതിൽ കൃത്യമായിട്ട് തന്നെ ഇതിൻ്റെ ആശയങ്ങളും മറ്റു വിശദാംശങ്ങളെല്ലാം തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഭംഗിയായിട്ട് പഠിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.